ഇന്നത്തെ ദിവസം എനിക്കൊരു സർപ്രൈസ് കിട്ടിയ ഒരു ഡേ ആയിരുന്നു കേട്ടോ. കാരണം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ 12 മണിക്ക് ഓൾറെഡി നമ്മൾ വന്ന് വിളിക്കുമ്പോഴത്തേനും വിഷ് ചെയ്യാനായിരിക്കും എന്ന് വിചാരിക്കുമല്ലോ. പക്ഷേ അവൾ എന്നെ ഒന്ന് വിഷ് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് ലേറ്റ് ഇട്ടപ്പോഴേക്കും ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു സർപ്രൈസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശരിക്കും ഞെട്ടിപ്പോയി. ആൾക്കാർ കാണുന്നവർ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടപ്പോഴും പറഞ്ഞു എൻ്റെ അഭിനയമാണ്, എന്തൊരു അഭിനയമാണെന്ന്. പക്ഷേ ഞാൻ അഭിനയമല്ല, സത്യമായിട്ട് ഞാൻ വിഷ് ചെയ്ത് ഓക്കെ, ഞാൻ അറിഞ്ഞായിരുന്നു വിഷ് ചെയ്യാൻ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം ഒരുക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. സാധാരണ നമ്മൾ അനിയത്തിമാർക്കൊക്കെ ഇങ്ങനത്തെ ഗിഫ്റ്റും ഇങ്ങനത്തെ സർപ്രൈസൊക്കെ കൊടുക്കാറ്. പക്ഷെ അവൾ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്കത് ശരിക്കും എക്സ്പെക്ട് ചെയ്യുന്നതിൽ അപ്പുറമായി. നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു ഗൈസ്. നല്ല ഉറക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവളെ പിന്നെ എഴുന്നേൽപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു, എഴുന്നേൽപ്പിച്ചില്ല. പിന്നെ എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അച്ഛനില്ലാത്തൊരു ചെറിയ സങ്കടം ഉണ്ട്. അച്ഛൻ ലോങ് പണിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം അച്ഛനില്ലായിരുന്നു. അച്ഛനുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഞാൻ ഹാപ്പി ആയേനെ. പിന്നെ ഹരിയേണ്ണ ഉണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ ബർത്ത്ഡേ ഹരിയേണ്ണ വീട്ടിൽ വെച്ചായിരുന്നു ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് പോകുന്നല്ലോ, അതുകൊണ്ടിട്ടാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഹാപ്പിയാണ്. അയച്ചു സുനുവിനും കുഞ്ഞാക്കും ഒക്കെ കൊടുത്തു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ വീണ്ടും കാണാം.